ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ മഞ്ചൂരിയനാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ മഞ്ചൂരിയൻ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം പീസസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ആവശ്യമുള്ളത്. നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചിക്കൻ എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടിയിട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു മുട്ട, ഒരു 2-3 ഡ്രോപ്പ് വിനീഗർ, അതേപോലെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ട് നന്നായി പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമുക്കൊരു പാത്രം ചൂടാക്കാം. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, അതേപോലെ 2-3 വെളുത്തുള്ളി ചെറിയ പീസസായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 വലിയ സവാള വലുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു പോകരുത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സവാള നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് 2 മിനിറ്റ് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അധികം നേരം വേവിക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 വറ്റൽമുളക്, അതേപോലെ 3 പച്ചമുളക് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 5 വലിയ സ്പൂൺ സോയാ സോസും 2 വലിയ സ്പൂൺ ടൊമാറ്റോ സോസും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 3 മിനിറ്റ് വേവിക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കട്ടായി പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മഞ്ചൂരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻസും അറിയിക്കണം. Thanks for watching. Please do subscribe.